നമ്മളിതാ കത്തീഡ്രൽ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല രസമാണ്. ഒരു കുഞ്ഞു മൗണ്ടെയിൻ പോലെയൊക്കെ ഇരിപ്പുണ്ട്. ക്ലിഫ് പോലെയാണ് ഇരിക്കുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ് ഗൈസ്. അടിപൊളി. നമ്മളിതാ കുറേ ആൾക്കാർക്ക് അവിടെ നിൽപ്പുണ്ട്. അവർ സംടൈംസ് നമുക്ക് 2 വേ ഉണ്ട്. നമുക്ക് നടക്കാനുള്ള വഴിയുമുണ്ട്, ബോട്ടിൽ കൂടി വരാനുള്ള വഴിയുമുണ്ട്. അപ്പോൾ ഗൈസ് അവർ ചിലപ്പോൾ ബോട്ടിൽ കയറാനൊക്കെയാണ്. കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബോട്ടിലോട്ട് കയറാനായിട്ട്. ആ സൈഡിൽ കാണുന്ന ആ സ്റ്റെയർ കേസിൽ കൂടിയാണ് നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് നടന്ന് നമ്മൾ നേരത്തെ ഉള്ള ഹൈ ബീച്ചിലോട്ട് പോകുന്നത്. കുറേ സീഗൾസും ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. അടിപൊളിയാണ്. നമ്മൾ ഭയങ്കര ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ വെള്ളമാണ് കാണുന്നത്. അടിപൊളിയാണ്. ഇതാണ് നമ്മൾ ഈ ഭിത്തിയിലേക്ക് ഇങ്ങനെ കാണുന്നില്ല, ഈ റോക്കും ഇങ്ങനെ കാണുന്നതാണ് ഹണികോം എന്നാണ് അതിനെ പറയുന്നത്. ആ ഹണികോം സീസൺ എന്നാണ് അതിനെ പറയുന്നത്. ഈ റോക്സും ഇങ്ങനെ 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 ഹണികോം പോലെ ഇരിക്കുന്നത്, അതിനെയാണ് ഹണികോം സീസൺ എന്ന് പറയുന്നത്. അതിവിടെ ഈ ഗുഹകൾ അതുപോലത്തെ മറ്റേ കത്തീഡ്രൽ കോവ് പോലത്തെ ഗുഹകളാണത്. കുറേ കാഴ്ചകളുണ്ട് ഇവിടെ. കുറേ പടങ്ങളും പിന്നെ അത് മാത്രമല്ല പടങ്ങളൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന കുറേ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞങ്ങൾക്ക് ഇത് റിയാലിറ്റി കുറച്ച് അടിപൊളിയാണ്. ഭയങ്കര രസമാണ് ഇത് കാണാനൊക്കെ ആയിട്ട്. ഗൈസ് നമ്മൾ ലാൻഡ് ചെയ്യാൻ കേട്ടോ ഗൈസ്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മളിത് ആ ഗുഹ പോലെ കാണുന്ന സ്ഥലത്തോട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകും. നമ്മളിത് കുറച്ച് നേരം ഇവിടെ നിന്നു കേട്ടോ ഗൈസ്. ആ ഗുഹ പോലത്തെ സ്ഥലമാണ് കത്തീഡ്രൽ കോവ്. നല്ല രസമില്ലേ ഗൈസ് കാണാനൊക്കെ ആയിട്ട്. അടിപൊളിയാണ്. എന്നിട്ട് നമ്മളിത് ആ മോളിൽ കൂടി നമ്മളിങ്ങനെ നടന്ന് നമ്മുടെ പണ്ടത്തെ സ്ഥലത്തോട്ട് നമ്മൾ തിരിച്ചു പോകും. പണ്ടത്തെ ഹായ് ബീച്ചിലോട്ട് നമ്മൾ തിരിച്ചു പോകും. കുറേ സീകൾ നമ്മളിപ്പോൾ ഈ കാണുന്ന റോക്കിൻ്റെ മുകളിൽ കുറേ സീഗൾസ് ഉണ്ട് കേട്ടോ.